സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകിയത്. ഷാരോൺ രാജിനെ കഷായം കൊടുത്തു കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കവേ കോടതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്നാൽ കോടതിക്ക് തെറ്റി. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമല്ല ഈ കേസ് സമൂഹത്തിന് നൽകുന്നത്. സ്നേഹിക്കുന്ന ചിലർ നമ്മെ ചതിക്കുമ്പോൾ മറ്റു ചിലർ നമ്മുടെ മരണശേഷവും നമുക്ക് വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കും, നമുക്ക് നീതി വാങ്ങി തരുന്നതുവരെ. അങ്ങനെ ഷാരോണിനെ ചങ്കുപറിച്ച് സ്നേഹിച്ച 2 പേരുടെ കൂടെ കഥയാണ് ഈ കേസിലെ വിധി. അക്ഷരാർത്ഥത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുത്തവർ ഷാരോണിന്റെ സഹോദരൻ ഷിമോണും സുഹൃത്ത് റെജിനും. ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി കഷായം കുടിച്ച് അസ്വസ്ഥനായിറങ്ങിയ ഷാരോണിനെ കാത്ത് വീടുപടിക്കൽ ഉറ്റ സുഹൃത്ത് റെജിനുണ്ടായിരുന്നു. അവിടെ തുടങ്ങുന്നു ഗ്രീഷ്മയുടെ തൂക്കുകയറിനായുള്ള പണി. പച്ച നിറത്തിൽ ഷാരോൺ ഛർദ്ദിക്കുന്നതിനും അവശനാകുന്നതിനും ഈ കൂട്ടുകാരൻ സാക്ഷിയാണ്. റെജിനോട് ഷാരോൺ കഷായം കുടിച്ച കാര്യം പറയുകയും ചെയ്തു. മാത്രമല്ല, ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും അതിന് അവസരമൊരുക്കുന്നത് പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും റെജിൻ ശ്രദ്ധിച്ചിരുന്നു. വിഷം ഉള്ളിൽ ചെന്നാൽ പരിശോധനയിൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ ഗ്രീഷ്മ ഗൂഗിൾ സെർച്ചിലൂടെയാണ് കീടനാശിനിയിലേക്ക് എത്തിപ്പെടുന്നത്. പാരാക്വിറ്റ് അകത്തു ചെന്നാൽ 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ അംശം ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുമെന്നും സാവധാനമുള്ള മരണമായിരിക്കും സംഭവിക്കുക എന്നും മനസ്സിലായതോടെ അതുതന്നെ ഉറപ്പിച്ചു. എന്നാൽ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഗ്രീഷ്മയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. അവിടെയാണ് ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ ഗ്രീഷ്മയ്ക്ക് വില്ലനായെത്തിയത്. ഏത് കഷായമാണെന്നറിയാൻ ഷിമോൺ ഗ്രീഷ്മയെ വിളിച്ചെങ്കിലും ഉരുണ്ടുകളിച്ചു. സ്റ്റിക്കർ ഇളക്കി മാറ്റിയെന്നും എഴുതി തന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയെന്നുമൊക്കെ മറുപടി. കഷായം അമിത അളവിൽ കുടിച്ചാൽ പോലും മരണം സംഭവിക്കില്ലെന്ന് ഉറപ്പായിരുന്ന ഷിമോൺ കോൾ റെക്കോർഡുകൾ അടക്കം പോലീസിന് നൽകിയതോടെ കുരുക്കുമുറുകി. പൊതുജനങ്ങൾക്ക് ആ കോളുകൾ എവിടെയും ലഭ്യമാണ്. ഗ്രീഷ്മയും റെജിനും തമ്മിലുള്ള കോളുകളും വാട്സപ്പ് മെസ്സേജുകളും ലഭ്യമാണ്. അത് കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളവർ ആയിരിക്കും ഭൂരിഭാഗം പേരും. എത്ര വിദഗ്ധമായാണ് ഷിമോണും റെജിനും ഗ്രീഷ്മയെ ചോദ്യങ്ങളിൽ വലയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രീഷ്മയ്ക്ക് ആദ്യം പിടിക്കപ്പെട്ടു എന്ന ഭയം നൽകുന്നത് ഇവർ 2 പേരുമാണ്. ഷാരോൺ പോലും പറയാൻ തയ്യാറായിരുന്നില്ലെങ്കിലും ഷാരോണിന് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കാൻ ആദ്യം മുതൽ മാധ്യമങ്ങൾക്കും പോലീസിനു മുന്നിലും കൃത്യമായ വ്യക്തതയോടെ ഇവർ 2 പേരും ഉണ്ടായിരുന്നു. ഒടുവിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടുമ്പോൾ തങ്ങൾ ജീവനോളം സ്നേഹിച്ച സുഹൃത്തിന്, സഹോദരന് നീതി ലഭിച്ചു എന്ന ആശ്വാസത്തിലാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവരൊക്കെ ചതിക്കുമെന്നതിനപ്പുറം നമ്മുടെ മരണത്തിന് ശേഷവും നമുക്കായി നീതി ചോദിച്ചു വാങ്ങാൻ നമ്മളെ സ്നേഹിക്കുന്ന 1-2 പേർ ഭൂമിയിൽ അവശേഷിക്കുന്നു എന്നുകൂടി ഷാരോൺ വധക്കേസ് ഓർമ്മിപ്പിക്കുന്നു.